ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഞാൻ അബദ്ധത്തിൽ കാണാനിടയ ഒരു കാഴ്ചയാണ് നമ്മുടെ കുഞ്ഞു മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ. അതോടുകൂടി മനസ്സെല്ലാം കൈവിട്ടു പോയി, ശബ്ദം പോലും പോയി, സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അവൻ്റെ കുഞ്ഞുമുഖം കാണാനായിട്ട് ആ നാട് മുഴുവൻ ഒഴുകിയെത്തിയെന്നുള്ളതാണ്. അവസാനം പോലും നീണ്ട നിര അവർക്ക് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ സംസ്കാര ക്രിയകൾ നടത്തേണ്ടി വന്നതുകൊണ്ട് പെട്ടെന്ന് പിന്നെ നടത്തേണ്ടതുകൊണ്ട് അതിൽ കൂടുതൽ താമസിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ സംസ്കാരം നടന്നത്. അപ്പോൾ അത് നമ്മൾ കാണേണ്ട എന്താണെന്നറിയോ, അവൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ ലൈൻ കട്ട് ചെയ്ത് മാറ്റി. സ്കൂളിന് ഇവനെ കൊലപ്പെടുത്തിയ ലൈനുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അത് ഇതിനൊക്കെ വലിയ ചെലവും വലിയ കുഴപ്പവും ഏതാണ്ട് വലിയ ഇത് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അത് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കേണ്ട കണക്ഷനും ഈ സ്കൂളിലെ കണക്ഷനുമാണ് ഇതിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്, ഈ ലൈനിൽ നിന്ന് 3 ഫേസ് കണക്ഷൻ. അപ്പോൾ അത് വേറെ വഴി കൂടെ മാറ്റി വലിച്ചു. അപ്പം അത് നേരത്തെ ഇത് 15 മിനിറ്റേ എടുത്തുള്ളൂ ഈ ലൈൻ ചെയ്ത് മാറ്റാൻ. ഈ 15 മിനിറ്റ് ഒന്ന് അവർ നേരത്തെ ഈ ഒരു 2 ദിവസം മുമ്പ് ഈ 15 മിനിറ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചിലവാക്കിയിരുന്നെങ്കിൽ ഈ കുരുന്ന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അവനൊരു പോലീസുകാരനാവാനായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതാണ് അവനെ ഈ NCCയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അതിൻ്റെ കാരണം അവന് ഈ പോലീസാവണം, അവൻ്റെ ആഗ്രഹമാണ്. അവൻ്റെ അമ്മ കുവൈറ്റിൽ നിന്ന്, അതായത് തുർക്കിയിലായിരുന്നവർ, ആ കുവൈറ്റിലെ ഒരു കുടുംബത്തോടൊപ്പം അവിടുന്ന് അവർ ഓടി വന്നു. അവരുടെ കരച്ചിലും ഒക്കെ കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്നതാണ് നമുക്കൊക്കെ. എൻ്റെയൊക്കെ ഒരു കൊച്ചുമോൻ്റെ പ്രായമേ ഉള്ളൂ അവന്, ആ കുഞ്ഞിന്. അപ്പോൾ അത് നമ്മുടെയൊക്കെ മനസ്സിനെ കെടുത്തിക്കളയും. ഇപ്പോൾ പോലും അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആ രീതിയാണ് അവിടെ കാണുന്നത്. ആ നാട്ടുകാർ മൊത്തം വിങ്ങപ്പൊട്ടുക, കരയുക. കരയാത്ത ഒരൊറ്റ സ്ത്രീയെയും ഞാൻ അവിടെ കണ്ടില്ല, മുഴുവൻ ആളുകളും. ഈ കുഞ്ഞിനെ അത്രത്തോളം ആൾക്ക് ഇഷ്ടമാണ്. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്, നന്നായിട്ട് പഠിക്കും, അവനെ നന്നായിട്ട് ചിത്രം വരയ്ക്കും, അതേപോലെ തന്നെ ഇത് ഫുട്ബോൾ കളിക്കും നന്നായിട്ട്. ഇത് ഈ ആ മേൽക്കൂര വീണ ചെരുപ്പെന്ന് പറയുന്നത് അവൻ എടുക്കാൻ കയറി അവൻ്റെ ചെരുപ്പല്ല, ഒരു സഹപാഠിയുടെ ചെരുപ്പാണ്. സ്കൂളിൽ വന്നിട്ട് 2 മാസമേ ഉള്ളൂ. പക്ഷേ 2 മാസം കൊണ്ട് അവിടുത്തെ മുഴുവൻ ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം അവന് കണ്ണിലുണ്ണിയായിട്ട് മാറി, അടുപ്പക്കാരനായി മാറി. അങ്ങനെയുള്ള ഒരു കുഞ്ഞാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ നമ്മുടെ സിസ്റ്റം, ഏതൊക്കെ സിസ്റ്റത്തിനായി കുഴപ്പം ചിന്തിക്കണം. PWD ആ സിസ്റ്റത്തിന് കുഴപ്പമില്ലേ, പക്ഷേ ഇതിപ്പോൾ മാനേജ്മെൻ്റ് സ്കൂളായതുകൊണ്ട് അതില്ല നമുക്ക് പറയാം, പോട്ടെ. ഇനി അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ്, അപ്പം മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ ആദ്യം അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, ഇവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പതുക്കെ പറയാൻ തുടങ്ങി അത് ഈ മേൽക്കൂര കയറി കളിച്ചോണ്ടല്ലെന്ന് കേട്ടോ. അതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ചിഞ്ചുറാണിയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. ഇതൊക്കെ ഈ മന്ത്രിമാരെന്നൊക്കെ പറയുന്ന ഇതുപോലെ മനുഷ്യത്വമില്ലാത്തവരായിട്ട് മാറുമോ മന്ത്രിയായി പോയതുകൊണ്ട്? വേറെ ആരും ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല നിങ്ങളൊക്കെ മന്ത്രിയായത്. ആദ്യം നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങളുടെ തലയിലെഴുത്തുകൊണ്ട് അങ്ങ് ആയിപ്പോയതാണ്. അല്ലാതെ നിങ്ങൾ വലിയ അവിഭാജ്യ ഘടകമൊന്നും അല്ല ഇവിടുത്തെ. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. ഇനി മന്ത്രിയാവും എന്നും നിങ്ങൾ കരുതാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ നല്ല വർത്തമാനങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു. കാരണം തൻ്റെ ഇടത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയുള്ള വർത്തമാനം ഈ അടുത്ത സമയങ്ങളിൽ കാണുന്നെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് ഇപ്പോൾ എന്താ, അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അതൊക്കെ പറഞ്ഞു ഇവർക്ക് കൊടുക്കുന്ന സഹായങ്ങളെക്കുറിച്ച് ഈ മുതിൻ്റെ വീട്ടിലേക്ക്. അവസാനം അതിനകത്തൊരു വാക്ക് ഉപയോഗിച്ചു, പാക്കറ്റ് മണിയായിട്ട് ഒരു 3 ലക്ഷം രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നെന്ന്. ഒന്നോ ഇതൊക്കെ പറയാം. അത് പിന്നെ ഞാൻ അതിന് കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വിവരം അത്രയേ ഉള്ളൂ. അത് അറിഞ്ഞുകൊണ്ടൊന്നും ആക്ഷേപിക്കാൻ പറഞ്ഞായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ പറഞ്ഞ വാചകം എന്ന് പറയുന്നത് മോശമായിപ്പോയി. ഇതൊക്കെയാണ് നിങ്ങൾ മന്ത്രിമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നാക്ക് ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നവരാണ്, നോക്കും.
ഈ അവസരത്തിൽ പ്രത്യേകിച്ചും. അപ്പം നോക്കണം, നോക്കിയിട്ട് ഈ വർത്തമാനം വളരെ സൂക്ഷിക്കുക. ഇനി അത് പോട്ടെ, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നഷ്ടം വരാനുള്ളത് നാടിന് വന്ന നഷ്ടമാണ് ഈ കുഞ്ഞിൻ്റെ വിയോഗം, അകാലത്തിലുള്ള വിയോഗം. ആ ചിത കത്തിയെരിയുന്നതിന് മുമ്പ് തന്നെ, അത് കത്തി അമരുന്ന് തീരുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ലൈൻ മാറ്റാൻ പറ്റിയല്ലോ. ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഇതൊന്നും തോന്നിയിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പോഴും ഓടി നടന്ന് കളിക്കുമായിരുന്നില്ലേ? കുഞ്ഞുങ്ങൾ ഇവിടെയൊക്കെ കയറുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? അവരെ പ്രായത്തിലുള്ള മക്കൾ അവർ കയറും എവിടെ ആയാലും. അതാ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അവർ കളിക്കാനും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇതുപോലെ അപകടകരമായ ഒരു ലൈൻ അങ്ങനെ പോകുമ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ മാത്രം അവരെ സസ്പെൻഡ് ചെയ്ത് തലയൂരാം എന്ന് സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ അത് തെറ്റി. അതല്ല വേണ്ടത്. ഈ സ്കൂളിന്, അതായത് ഇതിന് ഈ അവിടുത്തെ പഞ്ചായത്തിൽ യഥാർത്ഥ ആ പഞ്ചായത്താണല്ലോ ഇതിന് വരേണ്ടതല്ലോ. ഈ ഇപ്പം ലോക്കൽ ബോഡീസിനാണല്ലോ ഇത് ഉത്തരവാദിത്വം. ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത എഞ്ചിനീയർ അയാൾ എങ്ങനെ കൊടുത്തു സർട്ടിഫിക്കറ്റ്? ഇത് കാണാതെ അയാൾ പൊട്ടക്കണ്ണനാണോ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തോ? എന്തെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ നിന്ന് നക്കാപ്പിച്ചയും വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ളപ്പോൾ അയാളിത് ഈ പ്രതിയല്ലേ? ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അയാൾക്കാണ്. മാനേജ്മെൻറ്റിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഈ ലൈൻ കാണുന്നതല്ലേ. അതുപോലെ സ്കൂൾ വികസന സമിതി, അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിയേർക്കപ്പെടണം. അതാണ് വേണ്ടത്. കാരണം ഒരുപാട് ഈ മാനേജ്മെൻറ്റ് ഇത് മുഴുവൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ അവർ പ്രതികളല്ലേ. അവർക്കല്ലേ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിന് അല്ലാതെ ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഹെഡ് മിസ്ട്രസ് എന്ത് ചെയ്യാൻ പറ്റും? അവരെഴുതി കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇതുപോലെ. അപ്പോൾ അവർ അതിൽ നിന്ന് ഊരിപ്പോവും. കാര്യം കുറ്റമല്ല. അവർ എന്ത് ചെയ്തിട്ടാണ്? ആ സ്ത്രീയെ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ മകളിൽ ഇത് കൊണ്ടിട്ടിട്ട് ബാക്കി എല്ലാവർക്കും തലയൂരാമെന്ന് കരുതിയിരുന്നെങ്കിൽ തെറ്റി. ഇതങ്ങനല്ല. ഇത് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശക്തമായ നടപടി ഇതിൽ വേണം. ആ നടപടി എടുക്കണം.